പിന്നെ ഈകളുടെ കാര്യം, അതിനെ വേണ്ടതുപോലെ അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും. അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോൾ അവൻ്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിക്കോളും ഞാൻ. ആ കുഞ്ഞ് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. ദേവൂട്ടിയല്ലേ പൊലിയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പം അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ, അതിൻ്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇവ എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും പൊലയടി ഞാൻ ഉണ്ടച്ചി. എല്ലായിടത്തിനും ഞാൻ വെച്ചേക്കില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് അറിയിക്കണ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ച ഞൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ ഞൊട്ടി കളിക്കേണ്ടി വരും. ഈ പറഞ്ഞ ഈ പുന്നാര മോനോടാണ് ഈ ഈകളുടെ വീട്ടിലൊന്ന് തൊട്ട് നോക്കുക. ഞാൻ എന്നോട് വീണ്ടും പറയണു, അണക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊണ്ട് പോര് മലപ്പുറത്തേക്ക്, ഞാൻ എൻ്റെ ഇവിടെ അല്ല ഈ ഉള്ള സ്ഥലം പറ, ഞാനവിടെ പോരാം. കുടുംബത്തിൽ കയറി കളിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ മാത്രം ഈ അല്ല ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അന്നെ കിട്ടും. ഈ പറഞ്ഞ മാതിരി ഞങ്ങളെ വീട്ടുകാരെ കിട്ടും, ഈകളുടെ വീട്ടുകാരെ കിട്ടും, അങ്ങനത്തെ സീനൊന്നുമില്ല. എന്നോടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അന്നെ കിട്ടും. അനക്ക് ഞങ്ങളോടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അതാണല്ലോ അതിൻ്റെ സ്കീം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുന്നാര മോനെ വന്ന കാലിൽ തിരിച്ചു പോകില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയാം, വന്ന കാലിൽ തന്നെ തിരിച്ചു വിടില്ല. മനസ്സിലായോ? തിരിച്ചു വിടില്ല എന്ന് മാത്രമല്ല, കെട്ടിയിട്ട് 4 കാലിൽ നിർത്തിക്കും. എന്നിട്ട് അവിടുന്ന് മാപ്പ് പറയിക്കും. അതിനുള്ള പണി നമ്മളതിലുണ്ട്. അണക്കിങ്ങനെ കാണാമറയത്തിരുന്നിട്ട് ഡയലോഗ് അടിക്കാനും വീട്ടുകാരെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാനും മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. മനസ്സിലായോ? അതിനും കൂടുതൽ അറിയില്ല. പിന്നെ വീട്ടുകാരെ പറയുമ്പോൾ പ്രൊവോക്ഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാവരും പ്രൊവോക്ഡ് ആവും. നമ്മൾ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുമല്ലോ. അതിൽ നിന്നൊരു ഹരം കണ്ടെത്താനാണ് ആശാൻ്റെ പരിപാടി. കഴിവില്ലാത്തവനാവുമ്പോൾ അങ്ങനെ പലതുകൊണ്ട് അങ്ങനെയുണ്ട്. ഈ ചിലർക്ക് എന്താ പറയുക, കഴിവുണ്ടാവില്ല, ഒന്നിനും കഴിവുണ്ടാവില്ല. മിക്കതൊക്കെ ഒരു വീഡിയോയിൽ പെരേരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കണ്ണുപൊട്ടിച്ച് പോകുന്നതാണ്, ഒരു കഴിവും കിട്ടിയില്ല. അത് ശരിക്കും പെരേരയല്ല, അത് ഇവനെ പോലുള്ളവന്മാരാ. കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകണം. പിന്നെ ഇവനൊക്കെ കഴിവുണ്ട്. എന്താ, ടെലിഗ്രാമിൽ കണ്ണ് കണ്ടവൻ്റെ വീട്ടിലെ സ്ത്രീകളെ ഫോട്ടോ എടുത്ത് വെച്ച്, കണ്ണ് കണ്ടവൻ്റെ വീട്ടിലത്തെ മാത്രമല്ല കേട്ടോ, ഇവൻ ഉണ്ടാക്കിയവൻ്റെ അമ്മേൻ്റെ ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, കഴപ്പ് തീർത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ?